കഴിഞ്ഞ ജന്മമുണ്ട്, പുനർജന്മമുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് ഇനി അടുത്ത ക്ലാസ്സുകളിൽ തരാം. കാരണം കൃത്യമായിട്ട് അതിനുള്ള തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം കഴിഞ്ഞ ജന്മത്തെ ആ ഒരു കർമ്മഫലം അനുസരിച്ചാണ് ഭഗവാൻ നമ്മളെ ഗർഭത്തിൽ വെച്ച് സൃഷ്ടിക്കുന്നതും അതിന്റെ നമ്മുടെ അഥവാ ആ ഒരു കുഞ്ഞിന്റെ ജാതകം എഴുതുന്നതും. ഭഗവാൻ സൃഷ്ടി നടത്തിയിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എങ്ങും പോകുന്നില്ല. ഭഗവാൻ സൃഷ്ടി നടത്തിയിട്ട് അവിടെ തന്നെയുണ്ട്, നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആ ശിശുവിന്റെ കൂടെ തന്നെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതായത് ഒരു സ്പൈഡർ അല്ലെങ്കിൽ ഒരു ചിലന്തി വെബ് അതിന്റെ വല നിർമ്മിച്ചിട്ട് അതിൽ തന്നെ ഇരിക്കുകയാണല്ലോ. അത് ഇരിക്കുന്നത് ഇരപിടിക്കുന്നതൊക്കെ അതിൽ തന്നെ ഇരുന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം സ്വയം സൃഷ്ടിച്ച ഒരു ആവരണമാക്കിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ തുടിക്കുന്ന ഊർജ്ജമായിട്ട് ഭഗവാൻ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ എവിടെയും പോകുന്നില്ല. മാതൃഗർഭം മുതൽ ഭൂഗർഭം വരെ, അതായത് ജനനം മുതൽ മരണം വരെ നമ്മുടെ കൂടെ നമ്മുടെ പ്രാണനായി നമ്മയും വഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഭഗവാന്. ഇനി നമ്മുടെ ആന്തരിക പ്രവർത്തനങ്ങൾ, നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മൾ സയൻസ് പഠിക്കുന്നവർക്കറിയാം, നമ്മൾ ശ്വസനം തൊട്ട് വിസർജനം വരെയുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആന്തരികമായ പ്രവർത്തനങ്ങളിൽ എന്താ പറയുന്നത്, ലൈഫ് പ്രോസസ് എന്ന് പറയും. അതിൽ ഒന്നാമതായിട്ട് ശ്വസനമാണ്, റെസ്പിറേഷന്. രണ്ടാമതെന്ന് പറയുന്നത് ദഹനമാണ്, ഡൈജഷൻ ഉണ്ട്. പിന്നെ രക്തചംക്രമണം, ബ്ലഡ് സർക്കുലേഷന്. പിന്നെ അതുപോലെ കോശത്തിന്റെ സൃഷ്ടി, കോശത്തിന്റെ ഗ്രോത്ത് ഒക്കെ ഉണ്ട്. സെല്ലുലാർ ഗ്രോത്ത് ഉണ്ട്, സെല്ലുലാർ ക്രിയേഷൻ ഉണ്ട്. പിന്നെ പ്രത്യുൽപാദനം, അതായത് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ നാഡി ഞരമ്പുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വിസർജന, എക്സ്ക്രീഷൻ, ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കും. ഇതുകൂടാതെ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളെ കാണിക്കുക, ചെവി കൊണ്ട് നമ്മളെ കേൾപ്പിക്കുക, തൊക്കുകൊണ്ട് സ്പർശിച്ചറിയുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഞ്ചഭൂതങ്ങളും നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭഗവാൻ നമുക്ക് വേണ്ടി എന്തെല്ലാം കാണിച്ച് നമ്മുടെ ശരീരത്തെ ജീവനോട് കാത്തു സൂക്ഷിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ തന്നെ 37 ഡിഗ്രി ആയിട്ട് നിർത്തുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ കൃത്യമായ കണക്കോടുകൂടിയാണ് ഭഗവാൻ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോത്തുപോലൊക്കെ കിടന്നുറങ്ങുമല്ലോ, രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം പ്രവർത്തിക്കുകയും നമ്മുടെ ശരീരം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഭഗവാൻ നമ്മുടെ കൂടെ കഴിയുകയാണ്. അപ്പൊ ഈ ഭഗവാൻ അല്ലാതെ മറ്റാരാണ് നമ്മുടെ സൃഷ്ടാവ്? ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും നമ്മളെ സൃഷ്ടിച്ചു, ശരിയാണ്. അവർ കാണപ്പെട്ട ദൈവങ്ങളാണെന്ന് പറഞ്ഞതിന് യാതൊരു സംശയവും. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാതാപിതാ ഗുരുദൈവം, മാതാപിതാവ് കാണപ്പെട്ട ദൈവങ്ങളാണ്. അവരാണ് നമ്മളെ വളർത്തി നമ്മളെ ഒരു നിലയിൽ എത്തിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന ആഹാരങ്ങളും വസ്ത്രങ്ങളും എല്ലാം തരുന്നവരാണ്. അവര് സൃഷ്ടാവല്ലെന്നല്ല ഞാൻ പറഞ്ഞു, അവര് സൃഷ്ടാവാണ്. പക്ഷെങ്കിൽ നമ്മുടെ യഥാർത്ഥ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. നാരായണന് മാത്രമേ നമ്മളെ ഇങ്ങനെ ഒരു മനുഷ്യ ശരീരത്തെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ മരമായിട്ടും അല്ലെങ്കിൽ വിഗ്രഹമായിട്ടും ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്നത്. ഭഗവാൻ ഒരു വിഗ്രഹരൂപിയാണോ? അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിഗ്രഹരൂപിയല്ല, എന്നെ അജ്ഞാനികള് വിഗ്രഹരൂപത്തിൽ ആക്ഷേപിക്കുന്നതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഒരു മരമോ